സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള അങ്ങേയറ്റം നമ്മൾ ആദരിക്കുന്ന മഹാന്മാർ, ഇതുപോലെയുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ശ്രേഷ്ഠമായ മതസാഹോദര്യവും ആ മൂല്യവത്തായ പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇവിടെ മാനവ സേവ, മാധവ സേവ വളരെ ചിന്താർഹമായ ഒരു വാക്യമാണ്. മാനവ സേവ യഥാർത്ഥത്തിൽ അതാണ് മാധവ സേവ. ഭൂമിയിലുള്ളവരോട് ഇർഹമൂ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടെ നിങ്ങൾ വർത്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളോട് അല്ലാഹു കരുണയോടുകൂടെ വർത്തിക്കുകയുള്ളൂ. മാനവ സേവ, മാധവ സേവ. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണയോടുകൂടെ, കിർഫയോടുകൂടെ, അലിവോടുകൂടെ, അനുകമ്പയോടുകൂടെ എപ്പോഴാണോ നിങ്ങൾ പെരുമാറുന്നത് അപ്പോഴേ അല്ലാഹു, ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു, നിങ്ങളെ കരുണയോടുകൂടെ കാണുകയുള്ളൂ എന്നാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ വാക്യത്തിന്റെ അർത്ഥം, ഈ ഹദീസിന്റെ അർത്ഥം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ബാവ മുസ്ലിയാരെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു സംരംഭത്തിന് തുടക്കമാവുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു ശിഹാബ് തങ്ങൾ സെൽ ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഇതിന്റെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിക്കേണ്ടായി മറ്റു യാതൊന്നും നോക്കാതെ തന്നെ അവശരായ, നിരാലംബരായ, അനാഥകളായ ആളുകളൊക്കെ സഹായിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കാം. ഇത്തരം നേതാക്കളുടെ അനുസ്മരണകളിലൂടെ തന്നെ, അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഈ രാജ്യത്ത് ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറാൻ ഇതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരുടെ വിയോഗം ഈ കാലഘട്ടം വളരെ നമുക്ക് ഏവർക്കും അറിയാം. അങ്ങേയറ്റം കലിയുഗം എന്നാണ് ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മുടെ സഹോദര മതക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. കലിയുഗം. ഇന്നത്തെ വർത്തമാന കാല സാഹചര്യത്തെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ബോധവാന്മാരാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥ തിന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. മനുഷ്യന്റെ മനസ്സുകളൊക്കെ മലിനമായി, മനുഷ്യന്റെ പ്രവർത്തികളിലൊക്കെ തന്നെ അങ്ങേയറ്റം മോശപ്പെട്ട പ്രവർത്തനങ്ങളിലായി മാറി. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ കരുണയും കൃപയുമില്ലാത്ത കൽബുകളുടെയും ഉടമകളായി ബഹുഭൂരിഭാഗം ആളുകൾ. ഈ കാലഘട്ടം പണ്ഡിതന്മാർ മരണപ്പെട്ടു പോവുകയും ജാഹിലീങ്ങൾ, അറിവില്ലാത്ത ആളുകൾ നാട്ടുനേതാക്കന്മാരായി വരികയും ചെയ്യുന്ന കാലഘട്ടം. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ. റഅദ് സൂറത്തിലെ ഒരു പ്രധാനപ്പെട്ട ആയത്താണ്. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം, തഫ്സീർ നൽകിയത് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുന്നത്, ഭൂമി ചുരുങ്ങുന്നത് അവർ കാണുന്നില്ലേ? ഭൂമി ചുരുങ്ങുക, അതിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ?
എന്താണ് ഭൂമി അതിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിവക്ഷ? അത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലോകത്ത് നിന്ന് പണ്ഡിതന്മാരും ആബിദീങ്ങളും അപ്രത്യക്ഷമാവുക, മരണപ്പെട്ടു പോവുക. ഇത് അവസാന കാലത്തിന്റെ കലിയുഗത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ ഓരോ പ്രദേശത്ത് നിന്നും മരണപ്പെട്ടു പോയി. അവിടെയൊക്കെ തന്നെ അറിവില്ലാത്ത, അള്ളാഹുവിനെ പേടിക്കാത്ത ആളുകൾ ആ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ ആ കാലഘട്ടം നിങ്ങൾ ഭയപ്പെടണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമിലൂടെ, ഇബാദത്തിലൂടെ അള്ളാഹുവിന്റെ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബാവം സ്ലിയാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്തവരുടെ ഖബറിനെ അനുഗ്രഹത്തിന്റെ ഭവനമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. നിങ്ങളുടെ ദുആയിലൊക്കെ ഞാനൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ ഇടക്കിടക്ക് ഓർക്കുന്നത് കൊണ്ട് എന്റെ ദുആയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഞാൻ ഓതാറുണ്ട്. അതിന് ചില വളരെ അടുത്ത ചില ബന്ധങ്ങൾ അദ്ദേഹവുമായിട്ട് എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഒരു 1-2 രോഗങ്ങളെ സംബന്ധിച്ചും അതുപോലെ ചില പ്രയാസങ്ങളെ സംബന്ധിച്ചും ഓർക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ ദുആയിൽ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. ദുആയിലൊക്കെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ഇടക്കൊക്കെ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുകയും വേണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.